ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ തമിഴ് മൂവിയായ സ്റ്റീഫൻ എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സ്റ്റീഫൻ എന്ന വ്യക്തി 9 പെൺകുട്ടികളെ കൊല്ലുന്നു. എന്തിനായിരിക്കും ഇവൻ ഈ പെൺകുട്ടികളെ കൊന്നത്? ആർക്കെങ്കിലും വേണ്ടിയാണോ? ഇവരുടെ ബോഡി പിന്നീട് ഇവൻ എന്ത് ചെയ്തു? ഇതൊക്കെ അന്വേഷിച്ച് പോലീസുകാർ ഇറങ്ങുന്നതാണ് കഥ. അവസാനം നല്ലൊരു ട്വിസ്റ്റുമുണ്ട്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ സ്റ്റീഫൻ കുറച്ച് പെൺകുട്ടികളെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള ഓഡീഷൻ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഷോർട്ട് എന്ന രീതിയിൽ സ്റ്റീഫൻ കത്തിയെടുത്തുകൊണ്ട് വന്ന് ഇവരെല്ലാം കൊല്ലുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോലീസുകാർ സ്റ്റീഫനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. സ്റ്റീഫൻ്റെ രേഖാചിത്രവും വെച്ച് അവർ പല രീതിയിൽ അന്വേഷിക്കുന്നു. പക്ഷെ സ്റ്റീഫനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഇവർ സ്റ്റീഫൻ്റെ വീട് കണ്ടെത്തുന്നുണ്ട്. ഇതേ സമയം സ്റ്റീഫൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്വയം കീഴടങ്ങുകയാണ്. അങ്ങനെ പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്തു. മൈക്കിൾ എന്ന ഉദ്യോഗസ്ഥനും അവൻ്റെ ടീമുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ സ്റ്റീഫൻ പറഞ്ഞ പോലെ ഈ പെൺകുട്ടികളുടെ ബോഡി അന്വേഷിച്ച് സ്റ്റീഫൻ പറഞ്ഞ സ്ഥലത്ത് സ്റ്റീഫനെ കൊണ്ട് എത്തുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും ഇവർക്ക് ബോഡി കിട്ടുന്നില്ല. അങ്ങനെ ഇവർ സ്റ്റീഫനെ റിമാൻഡിലാക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നല്ല പ്രക്ഷോഭവും ഉണ്ട് പുറത്ത്. ഈ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം സ്റ്റീഫനെ കൊല്ലാനായിട്ട് ഉള്ള ദേഷ്യത്തിലാണ് നടക്കുന്നത്. ഇതിനുശേഷം നമ്മൾ 2006 കാലഘട്ടത്തിലുള്ളതാണ് കാണിക്കുന്നത്. അന്ന് സ്റ്റീഫൻ കുഞ്ഞാണല്ലോ. അവന് വഴിയിൽ നിന്നൊരു പട്ടിക്കുട്ടീനെ കിട്ടുന്നു. അതുമായിട്ട് അവന് വീട്ടിൽ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ട് അച്ഛന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന്. അങ്ങനെ അവന് അച്ഛൻ കാണാതിരിക്കാനായിട്ട് ആ പട്ടിക്കുട്ടീനെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെക്കുന്നു. സ്റ്റീഫൻ്റെ അച്ഛനാണെങ്കിലോ ഒരു അത്ലറ്റിക്സ് ആയിരുന്നു. പക്ഷേ എന്തോ ഇഞ്ചുറി കാരണം പുള്ളിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ്റെ സ്കൂളിൽ ഒരു PT ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ആഗ്രഹിച്ച പ്രൊഫഷൻ കിട്ടാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ കാരണം സ്റ്റീഫൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് കുടിക്കും. അതുപോലെ സ്റ്റീഫനെ ഒരു പ്ലെയർ ആക്കാൻ വേണ്ടി അവനെ ഭയങ്കരമായിട്ട് ഇട്ട് ടോർച്ചർ ചെയ്ത് അവനെ കൊണ്ട് ഓരോ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കും. മാത്രമല്ല അമ്മേനെയും ഉപദ്രവിക്കും. അങ്ങനെ സ്റ്റീഫൻ്റെ അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നു. പതിവ് പോലെ സ്റ്റീഫനെ കൊണ്ട് എക്സസൈസ് ചെയ്യിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ പട്ടി ആ വീട്ടിലുള്ള കാര്യം എങ്ങനെയും സ്റ്റീഫൻ്റെ അച്ഛൻ അറിഞ്ഞു. സ്റ്റീഫൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ ആ പട്ടീനെ കൊല്ലുന്നു. പിന്നീട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടമാണ് കാണിക്കുന്നത്. സ്റ്റീഫൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. തമിഴ്നാട് പോലീസിൻ്റെ സൈക്കോളജിസ്റ്റായ സീമ സ്റ്റീഫനെ ചോദ്യം ചെയ്യുന്നു. ഇതിന് പിന്നിലുള്ള മോട്ടീവ് അറിയാനാണ് സീമയുടെ ഉദ്ദേശം. സീമ സ്റ്റീഫനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ അച്ഛനെ പറ്റി പറഞ്ഞല്ലോ, ശരിക്കും അച്ഛൻ കാരണമാണോ നീ ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, അച്ഛൻ കുടിക്കും, എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ശരിക്കുമുള്ള പ്രശ്നം അച്ഛനല്ല. വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക്, ഇപ്പോൾ 2012 കാലഘട്ടമാണ് നമ്മൾ കാണിക്കുന്നത്. സ്റ്റീഫൻ അമ്മയും കൂടി ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു പോലീസുകാരൻ സ്റ്റീഫൻ്റെ അമ്മയോട് പറയുന്നു, നിങ്ങളുടെ ഭർത്താവില്ലേ SIയുടെ മോളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നെറ്റിലിട്ടിരിക്കുന്നു. ആ കുട്ടിയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിന് SI നിങ്ങളുടെ ഹസ്ബൻഡിനെ നല്ലോണം തല്ലിച്ചതച്ചിട്ടുണ്ട്. ഇനി ഇയാളോട് മര്യാദയ്ക്ക് നടക്കാൻ പറയാമെന്നും പറഞ്ഞ് ആ പോലീസുകാരൻ പോകുന്നു. ഇത് കേട്ടിട്ട് സ്റ്റീഫൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഞെട്ടലൊക്കെ. എന്നിട്ട് സ്റ്റീഫനും സ്റ്റീഫൻ്റെ അമ്മയും കൂടി അച്ഛനെ കാണാനായിട്ട് പോകുന്നു. അച്ഛനാണെങ്കിൽ ദേഹം മുഴുവൻ അടിപെട്ടാണ് കിടക്കുന്നത്. SI നല്ലോണം പെരുമാറിയിട്ടുണ്ട്. സ്റ്റീഫൻ്റെ അമ്മയെ കണ്ടതോടെ സ്റ്റീഫൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര വൈകിയത്? എനിക്കിനിപ്പോൾ 6 മാസത്തേന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. നീ നിൻ്റെ അച്ഛനോട് ചോദിച്ച് കുറച്ച് പൈസ അയക്കാൻ പറയാമെന്ന്. അപ്പോഴേക്കും സ്റ്റീഫൻ്റെ അമ്മയുടെ കൺട്രോളൊക്കെ പോയി. എന്നിട്ട് സ്റ്റീഫൻ്റെ അച്ഛനെ കുറേ തല്ലി. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഒരു ചെറിയ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ കാരണം നശിച്ചില്ലേ എന്നൊക്കെ. പിന്നീട് അച്ഛന് വീട്ടിലെത്തി. ഇതോടെ സ്റ്റീഫൻ്റെ അമ്മയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ കൂടിയിട്ടുണ്ട്. സ്റ്റീഫൻ്റെ അമ്മ അച്ഛനെ പേടിച്ചിട്ട് വേണ്ടെന്ന് വെച്ച ബേക്കിംഗ് ജോലിയെല്ലാം പുനരാരംഭിച്ചു. ഇപ്പോൾ സ്റ്റീഫൻ്റെ അമ്മയ്ക്ക് നല്ലോണം പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീഫൻ്റെ അച്ഛൻ സ്റ്റീഫൻ്റെ അമ്മയുടെ കൺട്രോളിലാണ് അവിടെ ജീവിക്കുന്നത്. അച്ഛൻ മാത്രമല്ല, സ്റ്റീഫനും ഇപ്പോൾ അമ്മയെ പേടിച്ച് അമ്മയുടെ കൺട്രോളിലാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. ഈ സ്റ്റോറി സ്റ്റീഫൻ സീമയോട് പറയുന്ന സ്റ്റോറിയാണ്. അങ്ങനെ വീണ്ടും ഇപ്പോഴത്തെ കാലഘട്ടം കാണിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ വെച്ച് സീമ ഇതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനായ മൈക്കിളിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ സീമ മൈക്കിളിനോട് പറയുന്നു, സ്റ്റീഫൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അവൻ പറയുന്നതെല്ലാം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അച്ഛനമ്മേനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അതൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന്. അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്ഛനെതിരെ ഒരു കേസൊക്കെ ഉണ്ട്. അതായത് ഭാര്യനെ കൊന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം മൈക്കിളിനോട് പറയുന്നുണ്ട്, നീ അതൊന്നും കൂടി ഒന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ മൈക്കിള് സ്റ്റീഫൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അന്വേഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ മൈക്കിൾ സ്റ്റീഫൻ്റെ പഴയൊരു സ്കൂൾ ഫ്രണ്ടായ മിഥുനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് മിഥുനോട് സ്റ്റീഫനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ മിഥുൻ പറയുന്നു, സ്റ്റീഫൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവൻ ചെറുപ്പത്തിലെല്ലാം നല്ല കുട്ടിയായിരുന്നു, അധികം ആരോടും സംസാരിക്കില്ല, പക്ഷെ ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു.
അവൻ്റെ അമ്മ അവനെ നല്ലപോലെ തല്ലൂ എന്നൊക്കെ ഇടയ്ക്ക് പറയുമായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കാറില്ലായിരുന്നു. കാരണം ആൻറ്റി നല്ല പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. മാത്രമല്ല എനിക്ക് കേക്കൊക്കെ തരുമായിരുന്നു. പിന്നെ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ഗെയിം കളിക്കാൻ പോയപ്പോഴാണ് നേരിട്ട് ഇവനെ തല്ലുന്നത് കണ്ടത് സ്റ്റീഫനെ. അങ്ങനെ ആണ് മനസ്സിലായത് ആ സ്ത്രീ അത്ര ശരിയല്ലെന്ന്. അവൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റീഫനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മൈക്കിൾ സ്റ്റീഫൻ പഠിച്ച സ്കൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു പഴയ പോലീസ് ഉദ്യോഗസ്ഥനായ മൂർത്തിനെ മൈക്കിൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ മൂർത്തിയോട് താങ്കൾ എന്താ ഇവിടെ ചോദിച്ചപ്പോൾ മൂർത്തി പറയുന്നു, എൻ്റെ മകളുടെ കല്യാണമാണ്, ഇവിടുത്തെ HM എനിക്കറിയാം, അപ്പോൾ കല്യാണം വിളിക്കാൻ വന്നാന്ന്. അപ്പോൾ മൈക്കിൾ മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, സാർ അല്ലേ സ്റ്റീഫൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കേസ് ക്ലോസ് ചെയ്തത്, അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമോ എന്ന്. അപ്പം മൂർത്തി പറയുന്നു, അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനൊന്നുമില്ല. സ്റ്റീഫൻ്റെ അച്ഛൻ അവൻ്റെ അമ്മേനെ കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ടാണ് കേസ് അപ്പം തന്നെ ക്ലോസ് ചെയ്തതെന്ന്. അപ്പം മൈക്കിൾ ആ മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ മോളും ഈ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചതെന്ന്. അപ്പം മൂർത്തി ഒന്നും മിണ്ടാതെ കുറേ നേരം നിൽക്കുന്നു. എന്നിട്ട് മൂർത്തി സ്റ്റീഫനോട് കാര്യങ്ങൾ പറയുന്നു. ശരിക്കും അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് തൻ്റെ ഭാര്യേനെ കൊന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് സ്റ്റീഫൻ്റെ അച്ഛനായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ സ്റ്റീഫൻ്റെ അച്ഛന് മരിച്ചു കിടക്കുവാണ്. ചോദിച്ചപ്പോൾ സ്റ്റീഫനാണ് അച്ഛനെ കൊന്നത്. അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞത് സ്റ്റീഫൻ്റെ അച്ഛൻ അമ്മേനെ കൊന്നിട്ട് തന്നെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്റ്റീഫൻ കൊന്നതാണെന്ന്. മൂർത്തി എന്നിട്ട് മൈക്കിളിനോട് പറയുന്നു, ആ വൃത്തികെട്ടവൻ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യും, കാരണം അയാളാണ് എൻ്റെ മകളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻ്റർനെറ്റിൽ ഇട്ടത്. ആ കാരണം കൊണ്ട് എൻ്റെ മോൾ ആത്മഹത്യക്ക് ശ്രമിക്കും, പിന്നെ വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും ആയിരുന്നു. ഇപ്പോഴാണ് ഒരു നല്ല ലൈഫ് അവൾക്ക് കിട്ടിയത്. സ്റ്റീഫനും എൻ്റെ മോളും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്, എനിക്കവൻ മകനെ പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കേസ് അങ്ങനെ ക്ലോസ് ചെയ്തതെന്ന്. അപ്പോൾ മൈക്കിൾ മൂർത്തിയോട് പറയുന്നുണ്ട്, സാർ എന്ത് പണിയാണ് കാണിച്ച്, അന്ന് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ 9 പെൺകുട്ടികൾ രക്ഷപ്പെടുമായിരുന്നു, നിങ്ങൾ എന്ത് കാര്യം കാണിച്ചെന്ന്. അപ്പോൾ മൂർത്തി പറയുന്നു, എല്ലാം എൻ്റെ മകൾക്ക് വേണ്ടിയാ, നിങ്ങൾ ഇനി ഇത് പുറത്ത് പറഞ്ഞ് അവളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന്. അങ്ങനെ മൂർത്തി അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം മൈക്കിൾ സീമയോട് പറയുന്നു. അപ്പോൾ സീമ മൈക്കിളിനോട് പറയുന്നു, നമുക്ക് ഈ കാര്യം വെച്ചിട്ട് ഒന്നും കൂടി അന്വേഷിച്ച് നോക്കാം. അതായത് സ്റ്റീഫൻ എന്നോട് കള്ളത്തരമാണോ പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതേ കാര്യം തന്നെ സ്റ്റീഫൻ എന്നോട് പറയുവാണെങ്കിൽ അവൻ പറയുന്നതെല്ലാം സത്യമാണ്. ഇനി അവൻ ഈ കാര്യങ്ങൾ മറച്ചു വെക്കുവാണെങ്കിൽ അവൻ ഇത്രയും നാൾ പറഞ്ഞത് കള്ളത്തരമാണ്. അങ്ങനെ സീമ വീണ്ടും സ്റ്റീഫനെ ചോദ്യം ചെയ്യുന്നു. ശരിക്കും നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് സീമ സ്റ്റീഫനോട് ചോദിക്കുന്നു. അങ്ങനെ സ്റ്റീഫൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. സ്റ്റീഫൻ റൂമിലിരിക്കുമ്പം സ്റ്റീഫൻ്റെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, എടാ എനിക്ക് കുറേ ജോലി തീർക്കാനുണ്ട്, നിൻ്റെ അമ്മ ഇപ്പോൾ വരും, അവൾ എന്നോട് സാരി അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തീരെ സമയമില്ല, നീ ഒന്ന് അയൺ ചെയ്യാവൂന്ന്. അങ്ങനെ സ്റ്റീഫൻ അയൺ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ ഒരു ലെറ്ററുമായിട്ട് വരുന്നു. അത് വാങ്ങാനായിട്ട് സ്റ്റീഫൻ പുറത്തേക്ക് പോകുന്നു. അത് സ്റ്റീഫന് ഒരു പുതിയ ജോലി ചെന്നൈയിൽ കിട്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. സ്റ്റീഫൻ ഭയങ്കര സന്തോഷത്തിൽ അച്ഛനെ വിളിച്ചിട്ടെല്ലാം പറയുന്നു, എനിക്ക് ജോലി കിട്ടിയെന്ന്. അപ്പോഴാണ് സ്റ്റീഫൻ ഓർക്കുന്നത് അയൺ ചെയ്യാനായിട്ട് സാരി അവിടെ വെച്ചല്ലോ എന്ന്. അവർ രണ്ടുപേരും ചെന്ന് നോക്കുമ്പം സാരി കരിഞ്ഞിരിക്കുകയാണ്. സ്റ്റീഫൻ്റെ അച്ഛൻ ആകെ ടെൻഷൻ, അയ്യോ മോനെ അവൾ വരുമ്പം എന്നെ ഇന്ന് വെച്ചേക്കത്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യുന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സ്റ്റീഫനും ആകെ ടെൻഷൻ. അപ്പോൾ സ്റ്റീഫൻ അച്ഛനോട് പറയുന്നുണ്ട്, ഓക്കെ അമ്മ വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്, നമുക്ക് വേഗം പുറത്ത് പോയി ഇതേപോലത്തെ സാരി വാങ്ങാമെന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട് കുറേ കാലമായിരുന്നു. അങ്ങനെ സ്റ്റീഫൻ അച്ഛനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവർ ഒരു കടയിൽ കയറിയ സെയിം സാരിയൊക്കെ വാങ്ങുന്നു. അങ്ങനെ അവർ കുറേ നേരം കാറിൽ പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങുന്നു. സ്റ്റീഫൻ്റെ അച്ഛൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിഗരറ്റൊക്കെ കുറേ വർഷത്തിന് ശേഷം സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്. അവർ സ്റ്റീഫൻ്റെ അമ്മ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തുന്നു. അങ്ങനെ അമ്മ വീട്ടിലേക്ക് വരുന്നു. അമ്മ വന്നപ്പോൾ തന്നെ ഇവർ പുറത്ത് പോയതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് അച്ഛനെ ചോദ്യം ചെയ്യുന്നു, എന്തിനാണ് നിങ്ങൾ പുറത്ത് പോയതെന്നൊക്കെ. അപ്പം അച്ഛന് വേറെ നിവൃത്തിയില്ലാതെ സത്യം പറയുന്നു, ഇതുപോലെ സ്റ്റീഫൻ സാരി അയൺ ചെയ്തു, അപ്പോൾ അത് കീറിപ്പോയി, അങ്ങനെയാണ് ഞങ്ങൾ പോയതെന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അമ്മ സ്റ്റീഫൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് തല്ലുന്നു. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണിയല്ലേ, നിങ്ങൾ എന്താണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തല്ലുന്നു. അങ്ങനെ ഒച്ചയിട്ട് സ്റ്റീഫൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ അമ്മ സ്റ്റീഫനോടും ദേഷ്യപ്പെടുന്നു, ഇയാളോട് പറഞ്ഞ പണി നീ എന്തിനാ ചെയ്തേ, നീ അച്ഛനെ കുട്ടി പുറത്തേക്കൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും തല്ലുന്നു. ഇതിൻ്റെ ഇടയിൽ സ്റ്റീഫൻ്റെ അമ്മ സ്റ്റീഫൻ്റെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണുന്നു. അതവിടെ നിലത്ത് കിടക്കുമായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. സ്റ്റീഫൻ്റെ അമ്മ അതെടുത്ത് വായിക്കുന്നു. അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. നിനക്ക് ജോലിയൊക്കെ കിട്ടിയല്ലോ, നീ എന്താ ഇത് എന്നോട് പറയാത്ത? അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, ഞാനത് പറയാൻ വരുമായിരുന്നു എന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പോകണോ അല്ലേ, അങ്ങനെ ഇപ്പോൾ നീ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ആ ലെറ്റർ കീറിക്കളയുന്നു. അങ്ങനെ സ്റ്റീഫന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സ്റ്റീഫൻ ആ ദേഷ്യത്തിൽ അമ്മേനെ കൊല്ലുന്നു.
അമ്മ മരിച്ചതറിഞ്ഞ് സ്റ്റീഫൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷം. ഇത്ര വർഷമായിട്ട് സ്റ്റീഫൻ്റെ അച്ഛനെ അമ്മ ഇരുന്ന് പീഡിപ്പിക്കുമല്ലായിരുന്നോ. അപ്പോൾ സ്റ്റീഫൻ്റെ അച്ഛൻ സ്റ്റീഫനോട് പറയുന്നു, എടാ മോനെ, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ രക്ഷപ്പെട്ടോ, ഈ കേസ് ഞാൻ ഏറ്റോളാം, ഞാൻ സന്തോഷത്തോടെ ജയിലിൽ പോയി കടന്നോളാം എന്ന് പറഞ്ഞ് സ്റ്റീഫൻ്റെ അച്ഛൻ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ സ്റ്റീഫൻ്റെ അച്ഛൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റീഫന് പിന്നെ എന്തൊക്കെയോ ദേഷ്യമൊക്കെ വന്നു. സ്റ്റീഫൻ ഒന്നും നോക്കിയില്ല, അച്ഛനെ അങ്ങ് കൊന്നു. ഈ കാര്യങ്ങളെല്ലാം സീമ മൈക്കിളിനോട് പറയുന്നു. അവരങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ ടീമിലുള്ള ഒരു പോലീസുകാരൻ ഇവർക്കൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നു. സ്റ്റീഫൻ അന്നത്തെ കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലാണ് പിന്നീട് താമസിച്ചത്. അവൻ താമസിച്ച ഫ്ലാറ്റിൽ സെക്യൂരിറ്റിയുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഈ സ്റ്റീഫൻ ഇവിടെ കുറേ മാസങ്ങൾക്ക് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നുവെന്ന്. ആ പെൺകുട്ടി ഏതായിരിക്കുമെന്ന് സീമ മൈക്കിളിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, സ്റ്റീഫൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ വരുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യം നമുക്ക് CCTVന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർത്തത് അവൻ കീഴടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ സീമ പറയുന്നുണ്ട്, അവൻ ദൈവവിശ്വാസിയൊന്നും അല്ലെന്ന്. അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, മേ ബി അവൻ അവിടെ ആരെങ്കിലും കാണാൻ പോയിട്ടായിരിക്കും ഉള്ളതെന്ന്. അപ്പോൾ സീമ ചോദിക്കുന്നുണ്ട്, ഏത് പള്ളിയാണെന്ന്. അപ്പോൾ മൈക്കിൾ പറയുന്നു, സെൻറ്റ് മേരീസ് പള്ളിയാണെന്ന്. അപ്പം സീമ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ വീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു ബാൻഡ് കിട്ടി, ആ ബാൻഡിലും ഈ സെയിം പള്ളിയുടെ പേരാണെന്ന്. അവർ രണ്ടുപേരും ആ പള്ളിയിലേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ഇതിവിടെ ഞങ്ങൾ ഇടയ്ക്ക്, അതായത് യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വെക്കാറുണ്ട്, ഇത് അപ്പം കൊടുത്ത ബാൻഡാണെന്ന്. അപ്പം അച്ഛൻ അതുപോലെ പറയുന്നുണ്ട്, ഇത് ഗേൾസിനും ബോയ്സിനും നമ്മൾ സെപ്പറേറ്റ് കളറാണ് കൊടുക്കുന്നത്, ഇത് ഗേൾസിൻ്റെ കളറാണെന്ന്. അപ്പം മൈക്കിൾ അച്ഛനോട് ലിസ്റ്റ് അന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാവരും ലിസ്റ്റ് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ആ ലിസ്റ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൈക്കിളും സീമയും കൂടി ആ ലിസ്റ്റ് പരിശോധിക്കുന്നു. അതിൽ ഗേൾസ് മാത്രം നോക്കുകയാണെങ്കിൽ 158 ഗേൾസും ഉണ്ട്. പിന്നെ സ്റ്റീഫൻ്റെ ഓൾമോസ്റ്റ് സെയിം ഏജ് എന്നാണല്ലോ അന്ന് സെക്യൂരിറ്റി പറഞ്ഞത്. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഗേൾസിനെ വെച്ച് നോക്കുമ്പം 72 ഗേൾസ് ഉണ്ട്. അപ്പോൾ ഈ 72 ഗേൾസിൽ ഒരാളായിരിക്കും ആ ബാൻഡിൻ്റെ ഉടമസ്ഥ. മേ ബി ആ പെൺകുട്ടി തന്നെയായിരിക്കും സ്റ്റീഫൻ്റെ കൂടെ അന്ന് അവിടെ താമസിച്ച പെൺകുട്ടി. മൈക്കിൾ വീണ്ടും ഫാദറിനെ കാണാൻ പോകുന്നു. എന്നിട്ട് പറയുന്നു, ഈ ലിസ്റ്റിലുള്ള 72 പെൺകുട്ടികളെയും എന്തെങ്കിലും റീസൺ പറഞ്ഞ് പള്ളിയിലേക്ക് വിളിക്കാൻ പോകുന്നു. അങ്ങനെ ഫാദർ വിളിക്കുന്നു. അങ്ങനെ അതിൽ കുറേ പെൺകുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. വരാത്ത പെൺകുട്ടികളായിരിക്കും മേ ബി സ്റ്റീഫൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നാണ് മൈക്കിൾ സംശയിക്കുന്നത്. അങ്ങനെ കുറേ പെൺകുട്ടികൾ വന്നു. മൈക്കിളിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെ ലിസ്റ്റൊക്കെ എടുത്തു, ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ. അതുമാത്രമല്ല ഫ്രണ്ട് ഡെസ്കിൽ കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അവരും വന്ന ഗേൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. അന്ന് വരാതിരുന്ന 14 പെൺകുട്ടികളുടെയും വീട്ടിൽ പോയി മൈക്കിൾ അന്വേഷിക്കുന്നുണ്ട്. അന്ന് രാത്രി സീമ മൈക്കിളിനെ കാണാൻ വരുന്നു. സീമ മൈക്കിളിനോട് ചോദിക്കുന്നു എന്തായെന്ന്. അപ്പോൾ മൈക്കിൾ പറയുന്നു, ആ 14 പെൺകുട്ടികളെയും വീട്ടിൽ പോയി അന്വേഷിച്ചു, പക്ഷേ അവരുടെ അടുത്തു നിന്നൊന്നും അങ്ങനെ സംശയപരമായ രീതിയിലുള്ള ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ ബാക്കിയുള്ള പെൺകുട്ടികളെയും പോയി അന്വേഷിക്കേണ്ടി വരുമോയെന്ന്. അപ്പോൾ സീമ പറയുന്നുണ്ട്, അതിങ്ങനെ 14 ആവും, 15 പെൺകുട്ടികളല്ലേ, അതായത് 72 പെൺകുട്ടികളുണ്ട്, അതിൽ 57 പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ബാക്കി വരാത്തത് 15 അല്ലേന്ന്. അപ്പോൾ മൈക്കിൾ സീമയോട് പറയുന്നുണ്ട്, ഫ്രണ്ട് ഡെസ്കിൽ കുറച്ച് സിസ്റ്റേഴ്സ് ഇരുന്ന് ലിസ്റ്റ് എടുത്തല്ലോ, അവരുടെ ലിസ്റ്റിൽ ഇനി വരാത്തത് 14 പെൺകുട്ടികളാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പള്ളിയുടെ അകത്ത് നിന്ന് ലിസ്റ്റ് എടുത്തതിൽ വരാത്തത് 15 പെൺകുട്ടികൾ. ഇനി അവരാരെങ്കിലും മിസ്സാക്കി കാണുമോ എന്ന് അറിയാനായിട്ട് മൈക്കിൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നുണ്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തു എന്ന്. അങ്ങനെ ആ 2 ലിസ്റ്റും പരിശോധിക്കുമ്പോഴാണ് മേരി ജോൺ എന്ന ഒരു പേര് ഈ പോലീസുകാരെടുത്ത ലിസ്റ്റിൽ വന്നിട്ടില്ല. അതായത് ഫ്രണ്ട് ഡെസ്കിലുള്ള സിസ്റ്റേഴ്സ് എടുത്ത ലിസ്റ്റിൽ ഈ പേരുണ്ട്, പക്ഷെ അകത്ത് പള്ളിയിൽ ഈ പെൺകുട്ടി ഇല്ലായിരുന്നു. അപ്പോൾ സീമ മൈക്കിളിനോട് പറയുന്നുണ്ട്, മേ ബി പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് ഇവൾ അറിഞ്ഞിട്ട് അപ്പം തന്നെ പോയി കാണുമോ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പള്ളിയിൽ വീണ്ടും ഈ മേരി ജോണിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പോകുന്നു. അവർ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട്, സ്റ്റീഫൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന്. അങ്ങനെ സീമ അവിടെ തന്നെ നിൽക്കുന്നു. മൈക്കിൾ നേരെ പള്ളിയിലേക്ക് പോകുന്നു. പള്ളി ചെന്നിട്ട് അച്ഛനെയും സിസ്റ്ററിനെയും മൈക്കിൾ കാണുന്നു. എന്നിട്ട് സിസ്റ്ററിനോട് ചോദിക്കുന്നു, നിങ്ങൾ മേരി ജോൺ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ടിക്ക് ചെയ്തല്ലോ, പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് ഞങ്ങളുടെ ലിസ്റ്റിലില്ലല്ലോ, ആ പെൺകുട്ടി എവിടെയാണ്? അപ്പോൾ സിസ്റ്റർ പറയുന്നു, ചിലപ്പോൾ ആ പെൺകുട്ടി പള്ളിക്കകത്തില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ടീം ടിക്ക് ചെയ്യാത്തത്, ആ പെൺകുട്ടി എൻ്റെ അടുത്തായിരുന്നു ഇരുന്നേന്ന്. അപ്പോൾ മൈക്കിൾ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി കന്യാസ്ത്രീയാണോ എന്ന്. അപ്പം ആ സിസ്റ്റർ പറയുന്നുണ്ട്, കന്യാസ്ത്രീ ഒന്നുമല്ല, ഇവിടെ 2 മാസത്തിന് മുമ്പ് വന്നതാണ്, ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്ന്. അപ്പം മൈക്കിൾ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി എവിടെയാണ്? അപ്പോൾ ആ പെൺകുട്ടി പള്ളിയിലുണ്ടെന്ന് സിസ്റ്റർ പറയുന്നു. അങ്ങനെ മൈക്കിൾ നേരെ മേരി ജോണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മേരി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്.
മൈക്കിളും സീമയും മേരീനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോൾ മേരി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. അന്ന് സ്റ്റീഫൻ കുറേ പെൺകുട്ടികളെ ഓഡീഷൻ ചെയ്തല്ലോ, അതിൽ 10ാമത്തെ പെൺകുട്ടിയായിരുന്നു മേരി. സ്റ്റീഫൻ അവിടെ ഓഡീഷൻ വരുന്ന പെൺകുട്ടികൾക്കെല്ലാം അഭിനയിക്കാനായിട്ട് ഒരു സെയിം സീനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന നിങ്ങളുടെ കാമുകൻ 2 കൊലപാതകം ചെയ്തു നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുമെന്ന്. അപ്പോൾ ബാക്കി 9 പെൺകുട്ടികളും പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ മേരി മാത്രം പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കാരണം എന്താ. അപ്പോൾ മേരി പറയുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതല്ലേ, അപ്പോൾ അവൻ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവും, ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്നും പോലീസ് സ്റ്റേഷനിൽ പോയി പറയൊന്നുമില്ലെന്ന്. അങ്ങനെ ഇത് കേട്ട് സ്റ്റീഫൻ കരയാൻ തുടങ്ങി. എന്നിട്ട് സ്റ്റീഫൻ മേരിയോട് പറയുന്നു, ഞാൻ 9 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്, നീ എൻ്റെ 10ാമത്തെ വിക്ടിം ആവേണ്ടതായിരുന്നു, പക്ഷേ നിന്നെ ഞാൻ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാമെന്ന്. മേരിക്ക് ആകെ പേടിയായി. അങ്ങനെ സ്റ്റീഫൻ തന്നെ മേരീനെ അന്ന് വീട്ടിൽ കൊണ്ടേ വിടുന്നു. എന്നിട്ട് സ്റ്റീഫൻ പറയുന്നു ഞാൻ എന്തായാലും നാളെ സറണ്ടർ ആവാൻ പോവാ, അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടെന്ന്. അപ്പോൾ മേരി പറയുന്നുണ്ട് അമ്മ സാധാരണ സെൻറ്റ് മേരീസ് പള്ളിയിൽ എപ്പോഴും വരാറുണ്ട്, നാളെ ഞാനും വരാം അങ്ങോട്ടെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നു അപ്പോൾ ഞാനും വരാം, ഞാൻ നിന്നെ കാണാമെന്ന്. അങ്ങനെ മേരി പേടിച്ചിട്ട് അന്ന് പള്ളി പോകുന്നു. അന്ന് സ്റ്റീഫൻ ശരിക്കും മേരീനെ കാണാനായിരുന്നു ആ പള്ളിയിൽ വന്നത്. സ്റ്റീഫൻ പറഞ്ഞിട്ടാണ് മേരി അന്ന് ആ യൂത്ത് ലീഗിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ആ ബാൻഡ് മേരിയുടെയുമാണ്. മേരി അതിനുശേഷമാണ് വിശ്വാസിയായി മാറിയത്. കാരണം തലനാടിഴയ്ക്കാണ് അന്ന് മേരി രക്ഷപ്പെട്ടത്. ശരിക്കും മേരി 10ാമത്തെ വിക്ടിം ആവേണ്ടതല്ലായിരുന്നു. അതിനുശേഷം മേരി തൻ്റെ കരിയർ എല്ലാം ഉപേക്ഷിച്ച് ഒരു വിശ്വാസിയായി മാറിയിരിക്കുകയും. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് മൈക്കിളിനോട് പറയുന്നു മേരിയുടെ ഫോട്ടോ ആ സെക്യൂരിറ്റിനെ കാണിച്ചു, അന്ന് സ്റ്റീഫൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി മേരി അല്ലെന്ന്. അങ്ങനെ മേരിയോട് പോയിക്കോളാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സീമ മേരിയോട് ചോദിക്കുന്നു സ്റ്റീഫൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പം മേരി പറയുന്നു സ്റ്റീഫൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പെൺകുട്ടീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കൃത്തിക എന്നാണ് അവളുടെ പേരെന്ന്. നേരത്തെ സ്റ്റീഫൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും സ്റ്റീഫൻ ശ്രമിച്ചതല്ല, ആരോ കോഫിയിൽ വിഷം കലർത്തി വെച്ചതാണ്. മേ ബി ആ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആകാം. അങ്ങനെ സ്റ്റീഫൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. സീമ സ്റ്റീഫൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിക്കുന്നു. എന്നിട്ട് സീമ സ്റ്റീഫനോട് ചോദിക്കുന്നു നിനക്ക് കൃത്തിക എന്ന പെണ്ണിനെ അറിയാമോ എന്ന്. അങ്ങനെ സ്റ്റീഫൻ കരയാൻ തുടങ്ങി. അങ്ങനെ സ്റ്റീഫൻ പണ്ടത്തെ കാര്യം പറയുവാണ്. അതായത് ഈ കൃത്തിക ഇവൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള ഇവൻ്റെ സുഹൃത്താണ്, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇവൻ ചെന്നൈയിൽ പോയി കഴിഞ്ഞ് കൃത്തിക്ക് അവിടെ ജോലിയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ച് ഭയങ്കര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു ഇവരുടേത്. പെട്ടെന്ന് ഇവന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ ഓർമ്മ വരാൻ തുടങ്ങി. അതായത് ഇവൻ്റെ അച്ഛനും അമ്മേനെ ഇവനെ കൊന്നതൊക്കെ, ഇവന് ഭയങ്കര കുറ്റബോധവും ഭയങ്കര മാനസിക പ്രശ്നമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇവന് അവസാനം ഒരു വഴിയില്ലാതെ കൃത്തിക്കയോട് അച്ഛനും അമ്മേനെ ഇവനാണ് കൊന്നതെന്ന് പറഞ്ഞു. നിനക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ അറിയാലോ, അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ പറ്റിപ്പോയതാണെന്നൊക്കെ സ്റ്റീഫൻ കൃത്തികയോട് പറഞ്ഞു. കൃത്തികയ്ക്ക് ഇവൻ്റെ മാനസികാവസ്ഥ മനസ്സിലായതുകൊണ്ട് കൃത്തിക പിന്നെ അത് പോലീസിലൊന്നും പോയി പറയാനൊന്നും നിന്നില്ല. പക്ഷെ അതിന് ശേഷം സ്റ്റീഫന് ഭയങ്കര പേടി. ഇനി ഇവളെങ്ങാനും പോയി പോലീസ് സ്റ്റേഷനിൽ പറയുമോ, അപ്പോൾ ഇവൾ ജോലിയൊക്കെ പോകുമ്പോൾ ഇവളെ തന്നെ പിന്തുടരും, ഇവൾ പോകുമ്പം ഇവളുടെ ബാക്കിൽ തന്നെ ഇവൾ അറിയാതെ പോവും. പിന്നെ ഇവൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓഫീസിൻ്റെ പുറത്ത് തന്നെ നിൽക്കും, തിരിച്ച് വരുമ്പോൾ വീണ്ടും ഇവൾ അറിയാതെ ഇങ്ങനെ ഇവളെ കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം കൃത്തികയ്ക്ക് മനസ്സിലായി ഇവൻ ഫോളോ ചെയ്യുന്ന കാര്യം. അങ്ങനെ ഇവൻ കൃത്തിക ഇവനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവൻ പറയുന്നു എനിക്ക് പേടിയാ, നീ പറയുമോ എന്നൊക്കെ പേടിയാണ്. അപ്പോൾ കൃത്തിക പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ പോയി പറയൊന്നും ഇല്ലെന്ന്. സ്റ്റീഫന് പിന്നെ ഇവളെ വിശ്വാസം വരുന്നില്ല. അപ്പോൾ സ്റ്റീഫൻ ഇവളോട് പറയുന്നു നീ പുറത്തേക്കൊന്നും പോകണ്ട, കുറച്ച് നാൾ ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാവൂന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഇവൾ പറയുന്നു ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന്. അങ്ങനെ കൃത്തികയ്ക്ക് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം ആ വീട്ടിൽ ഒട്ടും പറ്റാണ്ടായി. അപ്പം കൃത്തിക സ്റ്റീഫനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പാട്ടീനെ കണ്ടിട്ട് വരാം, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം, എനിക്കിവിടെ തീരെ പറ്റുന്നില്ലെന്ന്. ഇത് സ്റ്റീഫന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കി. സ്റ്റീഫൻ അവളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. സ്റ്റീഫൻ എന്നിട്ട് മൈക്കിളിനോടും സീമയോടും പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ കൺട്രോളിലേ അല്ല, പിന്നെ ഞാൻ 9 പെൺകുട്ടികളെ കൊന്നത് അവരെല്ലാം ഞാൻ എൻ്റെ കൃത്തികേനെ അവരിലെല്ലാം കാണാൻ നോക്കി, പക്ഷെ അവരെല്ലാം പിന്നെയും പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ദേഷ്യത്തിൽ അവരെ കൊന്നു. പക്ഷെ മേരി മാത്രമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്, അവളുടെ അടുത്ത് ഞാനൊരു ആത്മാർത്ഥ സ്നേഹം കണ്ടു, അതുകൊണ്ടാണ് ആ ഒരു കുറ്റബോധത്തിലാണ് മേരീനെ ഞാൻ ഒന്നും ചെയ്യാതെ വിട്ടതും നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്തതെന്നും. സ്റ്റീഫൻ്റെ കേസിൽ അന്വേഷണമെല്ലാം പൂർത്തിയായി. ഇപ്പോൾ കോടതിയിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് നടക്കുവാണ്. സ്റ്റീഫൻ്റെ കൊല ചെയ്തപ്പോൾ സ്റ്റീഫൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ച് ഇപ്പോൾ സ്റ്റീഫന് കുറ്റബോധമുള്ള അതും പരിഗണിച്ചിട്ട് കോടതി അവന് ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നു. കോടതിക്ക് പുറത്താണെങ്കിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കളും ബാക്കി ജനങ്ങളും എല്ലാം ഭയങ്കര പ്രതിഷേധത്തിലാണ്. അങ്ങനെ പോലീസുകാർ അവനെ വണ്ടിയിൽ കയറ്റിയിട്ട് ജയിലിലേക്ക് കൊണ്ടുപോവാണ്.
പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റീഫൻ ആ പോലീസ് വണ്ടിയിലാണ് ഉള്ളത്. അവൻ്റെ ഹാലുസിനേഷൻ മൈൻഡിൽ, അതായത് കൊല്ലപ്പെട്ട അച്ഛനെ, അമ്മേനെ, കൃതികേനെ, ആ 9 പെൺകുട്ടികളെയും അവൻ ആ വണ്ടിയിൽ കാണുവാണ്. അവനും ആ ബാക്കിയുള്ള മരിച്ച അത്രയും പേരും ഇപ്പോൾ ആ വണ്ടിയിൽ, അതായത് അവൻ്റെ ഹാലുസിനേഷൻ മൈൻഡിൽ അവൻ അത് കാണുവാണ്. പിന്നീട് നമ്മൾ വീണ്ടും പാസ്റ്റ് കാണിക്കുന്നു. ശരിക്കും ആ പട്ടിക്കുട്ടീനെ സ്റ്റീഫൻ തന്നെയാണ് ആ ചെറുപ്പത്തിൽ കൊന്ന് ജസ്റ്റ് ഒന്ന് കൊന്നു നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനായിട്ടാണ് അവൻ ആ പട്ടിക്കുട്ടീനെ കൊല്ലുന്നത്. എന്നിട്ട് ഈ അച്ഛൻ, അതായത് ഇപ്പോൾ അവൻ്റെ ഹാലുസിനേഷൻ മൈൻഡിലുള്ള അച്ഛൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് ഞാൻ കള്ളു കുടിക്കുമായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നീ എന്താ ചെയ്തത്? പെൺകുട്ടികളുടെ ഡ്രസ്സിങ് റൂമിലെല്ലാം ക്യാമറ വെച്ചു. അവസാനം നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ പഴിയേറ്റും അവരുടെ തല്ലുകൊണ്ടില്ലേ? വളരുംതോറും നിൻ്റെ പ്രവൃത്തികളെല്ലാം കൂടി വന്നു. നീ മനുഷ്യരെല്ലാം കൊല്ലാനായിട്ടുള്ള ശ്രമം തുടങ്ങി. അതിനെ ചോദ്യം ചെയ്തതിനല്ലേ നീ അമ്മേനെ കൊന്നത്? എന്നിട്ട് നീ എന്നെ പേടിപ്പിച്ചിട്ട് പോലീസിനെ കൊണ്ട് വിളിപ്പിച്ച് ഞാനാണ് കൊന്നതെന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അവസാനം നീ എന്നെ കൊന്നില്ലേടാ? ഇത് കഴിഞ്ഞ് ആ ബാക്കി 9 പെൺകുട്ടികളിലും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ കൊന്നതെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, കൃത്തികനെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലണമെന്ന് തോന്നി. അതിന് ഞാൻ നിങ്ങളോട് മോശമായൊന്നും പെരുമാറിയൊന്നും ചെയ്തില്ലല്ലോ, ജസ്റ്റ് കൊല്ലുവല്ലേ ചെയ്തോളെന്ന്. എന്നിട്ട് സ്റ്റീഫൻ കൃത്തികയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, നമ്മൾ സന്തോഷമായിരുന്ന സമയത്ത് ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ് ഇവരെ രണ്ടുപേരെ ഞാൻ കൊന്നതാണെന്ന്. അപ്പം തന്നെയുണ്ട് നീ പോയി സറണ്ടർ ആവ് സ്റ്റീഫൻ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്നൊക്കെ പറയുന്നു. നീ കാത്തിരിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും ഒരു പെൺകുട്ടികളും കാത്തിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊന്നതെന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ മുതൽ നിങ്ങൾ എന്നെ എത്ര തല്ലി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയെന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ കുറേ തെറ്റ് ചെയ്തിട്ടല്ലേ, നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഞാൻ തല്ലിയെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, ചെറുപ്പം തൊട്ടേ ഈ തെറ്റ് ചെയ്യുക ഇത് കേട്ട് മടുത്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊന്നതെന്ന്. അപ്പോൾ സ്റ്റീഫൻ്റെ അച്ഛൻ സ്റ്റീഫനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഒരു ദിവസം ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിക്കുമെന്ന്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഞാൻ ശരിക്കും മേരീനെ കൊല്ലാതെ എങ്ങാനും മേരീനെ അന്ന് കൊന്നിരുന്നെങ്കിൽ എന്നെ എൻകൗണ്ടർ ചെയ്ത് ഈ പോലീസുകാർ കൊന്നേനെ. അതുകൊണ്ടാണ് ഞാൻ മേരീനെ കൊല്ലാതെ വിട്ടതും നേരെ പോലീസിൽ പോയി സറണ്ടർ ചെയ്തതും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തൂക്കുകയർ കിട്ടാത്തതും ഇപ്പം എന്നെ 28 വർഷത്തേന് മാത്രം ശിക്ഷിച്ചതും. നിങ്ങൾ നോക്കിക്കോ, ഞാനൊരു 10 വർഷത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന്. അങ്ങനെ ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഹോട്ടലിൽ. അപ്പോൾ ടി വിയിൽ സ്റ്റീഫൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് അയാൾ ഫുഡ് കഴിക്കുന്നത്. അയാളുടെ മുഖമൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അയാൾ എന്നിട്ട് നേരെ അയാളുടെ വണ്ടിയിലേക്ക് കയറിയിട്ട് ഒരു കോഴി ഫാമിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് 2-3 ചാക്കൊക്കെ കാണുവാൻ സാധിക്കും. അവിടെ അതിന് ചുറ്റും ഈച്ചയും ബ്ലഡും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവിടെ കൊണ്ട് അത് അവസാനിക്കുകയാണ്. ശരിക്കും ഇയാൾ ആരാണ്? ഇയാളും സ്റ്റീഫനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ ഈ ബോഡിയൊക്കെ എന്ത് ചെയ്തു? ഇതൊന്നും പറയുന്നില്ല. ടു ബി കണ്ടിന്യൂഡ് എന്നും പറഞ്ഞിട്ട് കഥ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നെക്സ്റ്റ് പാർട്ടിലായിരിക്കും വരിക. വീഡിയോ ഇവിടം കൊണ്ട് അവസാനിച്ചു. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്